2024 ഓഗസ്റ്റ് 12 മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, ആന്റിബയോട്ടിക് ആരോഗ്യവകുപ്പ് ഇടപെടൽ ഫലം കണ്ടു, വിൽപ്പനയിൽ കുറവ് 1000 കോടി, നിയന്ത്രണം രോഗാണുക്കളിൽ പ്രതിരോധം വർദ്ധിക്കുന്നതിനെ തുടർന്ന്. കേരളം ഉപയോഗിച്ചിരുന്നത് 4500 കോടിയുടെ ആന്റിബയോട്ടിക്സ്. ഇതാണ് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ആയിട്ടുള്ളത്. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഗുരുതര പ്രശ്നമാണ് എന്ന ബോക്സ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ആന്റിബയോട്ടിക് പ്രതിരോധം, അതായത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, ആരോഗ്യമേഖല നേരിടുന്ന നിർണായക പ്രതിസന്ധിയാണിത്. രോഗാണുക്കൾ പ്രതിരോധശേഷി നേടുമ്പോൾ രോഗാവസ്ഥ മൂർച്ഛിക്കും. ഇത് ചികിത്സാ ചിലവ് വൻതോതിൽ വർദ്ധിപ്പിക്കും. ആന്റിബയോട്ടിക്കിന്റെ അശാസ്ത്രീയ ഉപയോഗം തുടർന്നാൽ 2050 ലോകമെമ്പാടും 1 കോടി ആളുകൾ AMR കാരണം മരിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. AMR എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ശ്രദ്ധിക്കേണ്ടത്, വൈറസ് ബാധകളിൽ ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്നവ മാത്രമേ ഉപയോഗിക്കാവൂ. ചികിത്സ കഴിഞ്ഞ് ശേഷിക്കുന്നവ ഉപയോഗിക്കരുത്. ഇവ കരയിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത്. രോഗശമനം തോന്നിയാലും ഡോസ് പൂർത്തിയാക്കണം. വാർത്ത വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് വാർത്തയുണ്ട്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. പല രോഗാണുക്കളിലും പ്രതിരോധം കൂടുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് 1 വർഷം മുമ്പ് ഇടപെടുകയും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആന്റിബയോട്ടിക്കുകൾ കുറിക്കുന്നതിൽ ഡോക്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളും നിർദ്ദേശിച്ചു. സർക്കാർ ഇടപെടലും ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ എഴുതുന്നത് കുറയ്ക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിൽപ്പനയിൽ 1000 കോടിയുടെ കുറവ് വന്നതെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ വിൽക്കുന്ന ഫാർമസികളെ കുറിച്ച് അറിയിക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3182 1800-42-53-18-2 ആരോഗ്യ വകുപ്പിനെയും IMAയെയും നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതേപോലെ നിരവധി കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അനാവശ്യമായ നിരവധി നടപടികൾ നമ്മുടെ ചികിത്സാ മേഖലയിലുണ്ട്. അനാവശ്യമായ ശസ്ത്രക്രിയകൾ, പണത്തിനു വേണ്ടി മാത്രം നടത്തുന്ന ശസ്ത്രക്രിയകൾ, അശ്രദ്ധയോടെയുള്ള ശസ്ത്രക്രിയകൾ, പല്ല് പറിക്കുന്നതിന് പകരം നാക്ക് മുറിക്കുന്നത് തുടങ്ങിയിട്ടുള്ള, വലത്തേക്കാലിന് സർജറി ചെയ്യുന്നതിന് പകരം ഇടത്തേക്കാലിന് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ അലോപ്പതി ചികിത്സാ മേഖലകളിലുണ്ട്. വേദനാസംഹാരികളുടെ ഉപയോഗം, തമ്മിൽ ചേരാത്ത മരുന്നുകളുടെ ഉപയോഗം, മരുന്നുകളും ചില ഭക്ഷണവും തമ്മിൽ ചേരരുത്, ഡ്രഗ് ആൻഡ് ഫുഡ് ഇന്ററാക്ഷൻ, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ലാബ് ടെസ്റ്റുകൾ നടത്തിയാൽ നേരെ ചൊവ്വയുള്ള റിസൾട്ട് കിട്ടില്ല എന്നുള്ളത്, അങ്ങനെയുള്ള നിരവധിയായ തകരാറുകൾ. ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്നിന് ഉണ്ടാകാനിടയുള്ള ദോഷഫലങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് രോഗികളോട് പറയാതെ വിടുന്നത്, അങ്ങനെയൊന്നുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അറിയിക്കാത്തത്, ഇങ്ങനെ നിരവധിയായ തകരാറുകൾ, ആർത്തിയുടെ ചികിത്സാ തകരാറുകൾ നിരവധിയായി നമ്മുടെ ചികിത്സാ മേഖലകളിലുണ്ട്. മരുന്ന് കമ്പനികളുടെ ആനുകൂല്യങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ 50% ഡോക്ടർമാരാണോ, 80%ആണോ, 99% എന്ന് പറയുക പ്രയാസമാണ്.
അനാരോഗ്യകരമായ ആരോഗ്യ മേഖലയിലെ പുഴുക്കുത്തുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ലോകാരോഗ്യ സംഘടന പേഷ്യന്റ് സേഫ്റ്റി ഡേ ആചരിക്കാൻ ആവശ്യപ്പെടുന്നത് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. വരാൻ പോവുകയാണ്. ആരും മിണ്ടത്തില്ല. ഞാനൊഴിച്ച് ഒരാളും ഇത് കേരളത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ 2-3 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയാണ് ആവശ്യപ്പെടുന്നത് ഡോക്ടർമാരോട്, സർക്കാരിനോട്. പേഷ്യന്റ് സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17. അതിന്റെ കാരണം ഡോക്ടർമാർ ജാഗ്രതയോടെ പരിശോധിച്ച് പരമാവധി ഉറപ്പുവരുത്തി നൽകുന്ന മരുന്നുകളും രോഗികൾക്ക് ആപത്തുണ്ടാക്കുന്നു, മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന കിഡ്നി തകരാറുകൾ 90% മരുന്നുകൾ കഴിച്ചുണ്ടാകുന്നവയാണ്. കരളിന്റെ തകരാറുകൾ 90% മരുന്നുകൾ ഉണ്ടാക്കുന്നതാണ്. ക്യാൻസറുകളിൽ അത് 90% ഞാൻ പറയില്ല. പക്ഷേ 1 ഡസനിലധികം മരുന്നുകൾ ലോകാരോഗ്യ സംഘടന തന്നെ കാർസിനോജൻ ആണ്, ക്യാൻസർ ഉണ്ടാക്കാൻ ഇടയാക്കുന്നവയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ കോമൺ ഡ്രഗ്സ് ദാറ്റ് ക്യാൻ കോസ് ക്യാൻസർ നോക്ക്. മോർ ദാൻ 200 കോമൺ ഡ്രഗ്സ് ക്യാൻ കോസ് ക്യാൻസർ. അങ്ങനെ നോക്കിക്കോളൂ. ക്യാൻസർ ഉണ്ടാക്കാൻ ഇടയാകുന്ന മരുന്നുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോയർ മന്ത്ലിയിൽ ഡിപ്രഷന് കഴിക്കുന്ന, മാനസിക രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നുകൾ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് കുറിച്ചിട്ടുണ്ട്. ഗ്യാസ് ട്രബിളിന് കഴിക്കുന്ന സെൻഡാക്ക് പോലുള്ള മരുന്നുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ് എന്നതിൽ പറയുന്നുണ്ട്. ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന ലോസാർട്ടൻ, വൽസാർട്ടൻ ക്യാൻസർ ഉണ്ടാക്കുന്നു. നെഞ്ചരിച്ചിലിന്, അസിഡിറ്റിക്ക്, ഗ്യാസ് ട്രബിളിനെല്ലാം കഴിക്കുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലെ മരുന്നുകളും കഴിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. ലോയർ മന്ത്ലി അതുപോലുള്ള നിരവധി സൈറ്റുകൾ ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്നുകളെ കുറിച്ച് പറയുന്നു. പനിയുമായി ചെല്ലുന്ന സകലർക്കും നൽകുന്ന വിശുദ്ധ ഗുളികയാണ് പാരാസിറ്റമോൾ. ഫെപ്പാനിൽ, ബെപ്പാനിൽ, ആൽജിന, ഡോളോ, ക്രോസിൻ, പെനഡോൾ, ടൈലനോൾ 4 തരം ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ്. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ. നെറ്റിൽ നിങ്ങൾ നോക്ക്. ഇങ്ങനെ നിരവധിയായ തകരാറുകളാണ് ബോധപൂർവം പരിശോധന നടത്തി കൃത്യമായി എന്ന രീതിയിൽ ശാസ്ത്രീയമായി ഡോക്ടർമാർ രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. അതുകൂടാതെയാണ് മരുന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനും ഭക്ഷണവുമായും പാനീയങ്ങളുമായി, കോളയുമായി, ചാരായവുമായി, കാപ്പിയുമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇന്ററാക്ഷൻ, അച്ചാറുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ആരെങ്കിലും ചിന്തിക്കുവോ? ഒരു മരുന്ന് കഴിച്ച് ചോറ് കഴിക്കുമ്പോൾ കഴിക്കുന്ന അച്ചാറും ആ മരുന്നിന്റെ ഘടകങ്ങളുമായി വയറ്റിൽ പ്രതിപ്രവർത്തിച്ച് അൾസറും ക്യാൻസറും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന്? നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ലാബ് ടെസ്റ്റുകളുടെ കുഴപ്പങ്ങൾ, മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന അബ്നോർമൽ റിസൾട്ട്, ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും, പിന്നെ മരുന്ന് മാറിപ്പോകുന്നത്, ഡോസ് കൂടിപ്പോകുന്നത്, അങ്ങനെ നിരവധി തരത്തിലുള്ള അപകട സാധ്യതകളാണ് അലോപ്പതി മരുന്നുകൾക്കുള്ളത്. സർജറിയിൽ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ രോഗിയെ നിത്യമായ മയക്കത്തിലേക്ക്, ഉറക്കത്തിലേക്ക് നയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും അടുത്തൊരു സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് രോഗിയെ തള്ളിവിടാറുണ്ട്. ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സർജറിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളും പെയിൻ കില്ലറുകളും എല്ലാം വലിയ താമസമില്ലാതെ രോഗിക്ക് പ്രമേഹമുണ്ടാക്കുന്നുണ്ട്,
BP കൂട്ടുന്നുണ്ട്, കരളിനും വൃക്കയ്ക്കും നാശമുണ്ടാക്കുന്നുണ്ട്, രക്തത്തിന് തകരാറും ബ്ലോക്കുകളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയായി അലോപ്പതി ചികിത്സ ഒരു കൊല്ലം നരകയാതനയിലേക്ക് തള്ളിവിടുന്നത് 1340 ലക്ഷം പേരെയാണ്. 26 ലക്ഷം പേരെ ചികിത്സയുടെ പിഴവ് കൊണ്ട് തന്നെ, ഞാനീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ കൊല്ലുന്നുണ്ട്. ഒരു കൊല്ലം ലോകത്ത് 26 ലക്ഷം പേരെയാണ്. കൊറോണയ്ക്ക് ഇതിന്റെ പകുതി കൊല്ലാൻ പറ്റിയിട്ടില്ല. കുറെ നുണയ്ക്ക് ഈ പറഞ്ഞതിന്റെ പകുതി കൊല്ലാൻ പറ്റിയിട്ടില്ല. അത് കൂടുതലും മരുന്ന് കൊടുത്ത് തന്നെ വന്നതാണ്, പേടിച്ചു മരിച്ചതാണ് നല്ലൊരു ശതമാനവും. എന്നിട്ടും പകുതി എത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ശരിയായി വരുന്നത് എത്രയോ കണ്ടിരിക്കുന്നു. ഞങ്ങൾ പറയുമ്പോഴെല്ലാം ഞങ്ങളെ പരിഹസിക്കുകയും ആക്രോശിക്കുകയും ഞങ്ങൾക്കെതിരെ കള്ളക്കേസെടുക്കുകയും പിടിച്ച് ജയിലിലിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളിത് പറയുന്നതും. ഞങ്ങൾക്ക് കിട്ടാനിടയുള്ള അവാർഡുകൾ, സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള അവാർഡുകൾ ഇത്തരത്തിലുള്ള കേസുകളും ജയിലുകളും ഒക്കെയാണ്. അതിന് സർക്കാരിനോട് വലിയ പരാതിയൊന്നുമില്ല, സന്തോഷമേ പറയാറുള്ളൂ. ഇപ്പൊ 4 കേസിന് ഞാൻ കോടതി കയറി നടക്കുകയാണ്. 2 കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. വരട്ടെ, ഞാനിതെല്ലാം കോടതി കൊണ്ടുപോയി വെച്ചോളാം. ഞാൻ പറയുന്ന കാര്യങ്ങളുടെ തെളിവുകളെല്ലാം കോടതി സമ്മതിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പോരാട്ടത്തിൽ ഒരു വിജയം തന്നെയാണ്. നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ കേസുകളെ കാണുന്നത്. അതുകൊണ്ട് പൊന്നു സർക്കാരെ, കേസുകളൊന്നും പിൻവലിച്ചു കളയരുത്, അപകടത്തിലാക്കരുത്, കുഴപ്പത്തിലാക്കരുത്. എടുക്കാവുന്ന കേസുകളും കൂടെ എടുത്ത് ബഹുമതികൾ തരണമെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രകൃതി ചികിത്സകർ ഞങ്ങൾക്ക് വരുന്ന രോഗികൾക്ക് പരമാവധി സന്തോഷം നൽകിയാണ് തിരിച്ചുവിടുന്നത്. ഞങ്ങളുടെ ചികിത്സാലയങ്ങളിൽ 90 തുടങ്ങി 95% രോഗങ്ങളുടെ മുക്തി രോഗികൾക്ക് കിട്ടുന്നുണ്ട്. 50% പകുതി പോലും ആശ്വാസം അലോപ്പതി ആശുപത്രികളിൽ കിട്ടുന്നുമില്ല. എന്നിട്ടും ഒരു മെഡിക്കൽ സംഘത്തെ, ആരോഗ്യ വകുപ്പിന്റെ ഒരു സംഘത്തെ ഞങ്ങളുടെ ചികിത്സാലയങ്ങളിലേക്ക്, നേച്ചർ ലൈഫിന് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ 7 ചികിത്സാലയങ്ങളുണ്ട്. ഒരു പഠനത്തിന് അയക്കാത്തത് എന്താണ് ആരോഗ്യവകുപ്പ്? ആരോഗ്യവകുപ്പ് ആന്റിബയോട്ടിക്കുകൾക്കെതിരെ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തല്ലോ, ഈ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യണം. ഞങ്ങളുടെ 7 ചികിത്സാലയങ്ങളെയും ഒരു അലോപ്പതി ആശുപത്രിയെയും ഒരു പഠനത്തിന് തയ്യാറാക്കണം. ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വരാം, അവിടെ അന്തേവാസികളായിട്ടുള്ളവരെ കാണാം, അവർക്ക് താല്പര്യമുള്ളതുപോലെ കാണാം, സംസാരിക്കാം. 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ വീണ്ടും വന്ന് അവർക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നു, ശരി തന്നെയാണോ ഞങ്ങൾ പറയുന്നതെന്ന് നോക്കാൻ ആരോഗ്യവകുപ്പിനെ മാത്രമല്ല, ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ സംഘടനകളുടെയും ലൈബ്രറികളുടെയും ക്ലബ്ബുകളുടെയും എല്ലാം പ്രതിനിധികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായും വരാം, സ്വാഗതം. അത്രയേറെ സുതാര്യമായി, അത്രയേറെ തുറന്ന പുസ്തകമായിട്ടാണ് നേച്ചർ ലൈഫിന്റെ തിരുവനന്തപുരത്തെ ഉറിയാക്കോട് കാട്ടാക്കടയ്ക്കടുത്തുള്ള കേന്ദ്രമായാലും, കായംകുളത്തിനും അടൂരിനുമിടയിലുള്ള വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന് മുമ്പിലുള്ള കേന്ദ്രമായാലും, ആലപ്പുഴയിൽ പള്ളാതുരുത്തിയിൽ നിന്ന് കൈനകരിയിലെ കേന്ദ്രം, ആലുവയിൽ ഏലൂക്കരയിലെ സെന്റർ, തൃശ്ശൂരിൽ 2 കേന്ദ്രങ്ങളുണ്ട്, മണ്ണുത്തി പാലക്കാട് ഹൈവേയിൽ പട്ടിക്കാട്, കോടന്നൂര് കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ അടുത്ത്. ഈ എല്ലാ കേന്ദ്രങ്ങളും നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാൻ, ഞങ്ങൾ പറയുന്നത് ശരി തന്നെയാണോ എന്ന് പരിശോധിക്കാൻ തുറന്നിട്ടിരിക്കുകയാണ്.
ഞങ്ങളവിടെ പട്ടിണി ഇടുകയാണ്. അല്ല, വന്നു നോക്ക്. 3 നേരത്തെ ഭക്ഷണം, 5 നേരം ജ്യൂസ്. ഇതിൽ കൂടുതൽ എന്താ നമ്മൾക്ക് വേണ്ടത്? വരുന്ന സമയത്ത് തന്നെ ആരുടെയും മരുന്ന് നിർത്തുന്നുമില്ല. എന്റെ മരുന്ന് നിർത്താതെ തന്നെ പ്രകൃതി രീതികൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർക്ക് അങ്ങനെയേ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രീതി ഫലിക്കുന്നതിനനുസരിച്ച് മരുന്നുകൾ പതുക്കെ ഞങ്ങൾ കുറയ്ക്കാറുണ്ട്. കുറയ്ക്കാൻ പാടില്ലാത്ത മരുന്നുകൾ കുറയ്ക്കുന്നുമില്ല, അല്ലെങ്കിൽ കുറയ്ക്കാവുന്നത് കുറച്ച് മുഴുവൻ നിർത്തുന്നുമില്ല. വളരെ വിവേകത്തോടെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പും ഞങ്ങളെ വിമർശിക്കുന്ന സംഘങ്ങളും ഇത്തരമൊരു പഠനത്തിന് തയ്യാറാവാത്തത്? ഒരു ഉപദ്രവവും ചെയ്യാത്ത, ആഹാരത്തിലൂടെ ആരോഗ്യത്തെ നേരെയാക്കുന്ന, ആഹാരത്തെ ഔഷധമായി വിവേകപൂർവ്വം ഉപയോഗിക്കുന്ന പ്രകൃതി രീതികളിൽ ഈ പറഞ്ഞ അപകടങ്ങളൊന്നുമില്ലല്ലോ ആരോഗ്യവകുപ്പേ. ഏതെങ്കിലും ഒരു പ്രകൃതി രീതികൾ, പ്രകൃതി ചികിത്സാലയങ്ങളിൽ ഞങ്ങൾ ചെയ്തു വന്ന ഏതെങ്കിലും ഒരു മരുന്നിന്റെ ദോഷമാണ് ഈ പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നതെങ്കിലോ എന്തായിരുന്നേനെ? ഭൂകമ്പം. ഉപയോഗിക്കുന്ന മരുന്നുകൾ ആപത്തുണ്ടാക്കുന്നു, ഉപയോഗിക്കുന്ന മരുന്നുകൾ കൂടുതൽ രോഗാണുക്കളെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ രോഗത്തെ ശക്തിപ്പെടുത്തുന്നു എന്നൊരാരോപണം ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു രീതിയെക്കുറിച്ച് ഉണ്ടായിരുന്നെങ്കിലോ എന്തായിരുന്നേനെ? ഭൂകമ്പം. കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തനായ മനുഷ്യന്റെ ക്യാൻസർ ചികിത്സ അമ്പേ പരാജയപ്പെട്ട് അയാൾ മരിച്ചതിനെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിള് ഒരു പത്രത്തിൽ കണ്ടു. ആ ക്യാൻസറിന്റെ ചികിത്സ വിദേശത്തായിരുന്നപ്പോഴായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. മാറിയെന്നാണ് കരുതിയത്. പക്ഷെ 6-ാം മാസം വീണ്ടും മുഴകൾ വന്നു. വീണ്ടും സർജറിയൊക്കെ ചെയ്തു. വേദനയും ദുരിതമായി. അങ്ങനെ സഹിച്ചാണ്, പക്ഷെ പൊരുതി നിന്നു. എന്നിട്ടാണ് മരിച്ചത്. കഷ്ടകാലത്തിനെങ്ങാനും പ്രകൃതി രീതിക്ക് വന്നിട്ട് ഇതിലും കൂടുതൽ ജീവിച്ച് മരിച്ചിരുന്നെങ്കിലും എന്തായിരുന്നേനെ? ഭൂകമ്പം. ഇവിടെ ഇപ്പോ ചികിത്സ പരാജയപ്പെട്ടാൽ ഒരു കുഴപ്പമില്ല. അവന് മുടക്കിയ ലക്ഷങ്ങളുടെ കണക്കാർക്കും അറിയണ്ട. മരിച്ചു കഴിഞ്ഞപ്പോ ധീരതയോട്, അത് നല്ലൊരു കാര്യമാണ്. രോഗി ഭയക്കാതെ സന്തോഷം നേടിയെടുത്തും കടന്നു പോകുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അത് ആ വ്യക്തിയുടെ മഹത്വമാണ്. പരാജയപ്പെട്ട ചികിത്സയെക്കുറിച്ച് മറച്ചു വെച്ചിട്ട് അങ്ങനെ വല്ലതും പ്രകൃതിയിൽ സംഭവിച്ചാൽ, അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആന്റിബയോട്ടിക്കുകളുടെ വിൽപ്പനയിൽ 1000 കോടിയുടെ കുറവ് കേരളത്തിലുണ്ടായെന്ന് പറയുമ്പോൾ 3500 കോടിയുടെ മരുന്ന്, ആന്റിബയോട്ടിക് ഓരോ കൊല്ലവും മലയാളി വിഴുങ്ങുന്നു എന്നുകൂടെ അർത്ഥമുണ്ട്. അതിഭീകരമാണ്. UK-യിൽ നിന്ന് വന്ന ഒരു പേഷ്യന്റ് പറഞ്ഞു, സാറേ, അവിടെ ഒരു ആന്റിബയോട്ടിക് കുറിച്ചു തരണമെങ്കിൽ ഡോക്ടർമാരോട് കെഞ്ചണം, കാല് പിടിക്കണം, എന്നാലും തരില്ല. ഇവിടെ 3500 കോടിയുടെ ആന്റിബയോട്ടിക് ഒരു കൊല്ലം കേരളീയർ വിഴുങ്ങുന്നു എന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങളാണ്. 3.5 കോടി ജനങ്ങൾ 3500 കോടിയുടെ ആന്റിബയോട്ടിക് വിഴുങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കോടിയുടെ ആന്റിബയോട്ടിക് ഉണ്ടെന്ന് മാത്രം നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. എന്താണ് ഇതിന്റെ ഭീകരത എന്ന് മനസ്സിലാകും. ആന്റിബയോട്ടിക്കുകൾ എന്താണ് ശരീരത്തിൽ ചെയ്യുന്നത്? 37.2 ട്രില്യൺ മനുഷ്യകോശങ്ങളാണ് ശരീരത്തിലുള്ളത്. 39 ട്രില്യൺ ബാക്ടീരിയകൾ ഈ ശരീരത്തിലുണ്ട്. നമ്മുടെ ദഹനം നടക്കുന്നത്, ആന്റിബയോട്ടിക് കഴിച്ചാൽ ആദ്യം അടി കിട്ടുന്നത് നിങ്ങളുടെ ദഹനേന്ദ്രിയത്തിനാണ്, ദഹനത്തിനാണ്. ഈ കുഴലിന്റെ ഇങ്ങേയറ്റത്തൂടെ ഇടുന്ന ഭക്ഷണപാനീയങ്ങൾ അങ്ങേയറ്റത്തൂടെ അങ്ങനെ തന്നെ പുറത്തു പോകുന്ന അമീബിയാസിസ് പോലുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരാം. അത് തുടങ്ങി നിങ്ങളുടെ ബീജങ്ങൾ വരെ ചത്തുപോകാം. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാം. അതൊക്കെ ജീവനുള്ളല്ലേ? ആന്റിബയോട്ടിക് അല്ലേ? ചെയ്യാമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പെ, പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നാച്ചുറലായ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടല്ലോ. ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് വരികയാണെങ്കിൽ ഇനി വേണ്ട പ്രോബയോട്ടിക്
പ്രിബയോട്ടിക് അല്ലെങ്കിൽ പ്രീബയോട്ടിക് ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, അതുമല്ലെങ്കിൽ സിംബയോട്ടിക് ഭക്ഷണ സാധനങ്ങളിലേക്ക് വരികയാണെങ്കിൽ രോഗിയുടെ ശരീരത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയകളെ വളർത്താനും നിങ്ങൾ ഈ പറയുന്ന എനിമി ബാക്ടീരിയകളെ മാറ്റിയെടുക്കാനും സാധിക്കില്ലേ? ഇഞ്ചി പോലുള്ള എന്ന് വെച്ച് അതൊന്നും സ്ഥിരമായിട്ട് ആരും കഴിക്കരുത്. വാട്സപ്പുകളിൽ ആന്റിബയോട്ടിക്കുകളായിട്ടുള്ള പ്രകൃതി ഭക്ഷണ സാധനങ്ങളെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് സ്ഥിരം കഴിക്കുന്ന ആളുകളുണ്ട്. കുറുക്കുമീൻ സ്ഥിരം കഴിക്കുന്നവരുണ്ട്, ഇഞ്ചി കഴിക്കുന്നവരുണ്ട്. ഇതെല്ലാം സൂക്ഷിക്കണം. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ബാക്ടീരിയകൾ. അതിനെ ഇങ്ങനെ കൊല്ലുന്നത് മണ്ടത്തരമാണ്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് കൊടുത്ത ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തത്തിന്റെ നൊബേൽ സമ്മാനം തിരിച്ചെടുക്കേണ്ടതാണ്. ഏതായാലും പ്രകൃതി രീതികൾ പറയുന്നതിലേക്ക്, പ്രകൃതി രീതിയിലുള്ള ആരോഗ്യ ക്രമീകരണ രീതികളിലേക്ക്, ആഹാര ക്രമീകരണങ്ങളിലേക്ക് കൂടെ ചിന്തിക്കാൻ ആരോഗ്യവകുപ്പും ഡോക്ടർമാരും തയ്യാറാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.